ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വാപ്പാടെ വീട്ടിലുണ്ടാ ഇനി നിങ്ങൾ തുടർന്ന് കാണട്ടാ. ഭാഗം കാണിച്ചേട്ടാ. ഞാൻ ഈ ഭാഗം മാത്രം കാണിച്ചിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ വാപ്പാട് റൂമിലായിരുന്നിട്ടാ. പിന്നെ ഇവിടെ മൂത്തുമ്മാടെ മൂത്താപ്പാടെ റൂം ഇത്, പിന്നെ വല്യമ്മാടെ റൂം ഇതായിരുന്നു. പിന്നെ ഇതൊരു ഗസ്റ്റ് റൂമൊക്കെ പോലെ ആയിരുന്നു അന്ന്. ഇതൊക്കെ എൻ്റെ അനിയത്തിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഇതെന്റെ രണ്ടനിയന്മാർക്ക് കിട്ടിയതാണ്. പിന്നെ ഇവള് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യൂട്ടാ, അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നത് മിററിന്റെ ഒക്കെ ഇതൊക്കെ എനിക്ക് കൂടുതൽ ഇതിന് ഇഷ്ടമായത്. പിന്നെ ഇവിടെ നന്നായി വരയ്ക്കൂട്ടാ. ഞങ്ങൾ പറമ്പൊക്കെ കാണിച്ചു തരട്ടാ. ഇവിടൊക്കെ താമസിക്കുന്നത് മൂത്താപ്പി പിള്ളേരൊക്കെ ഉണ്ടാ. പിന്നെ എല്ലാവരും അറിയാലോ എല്ലാവരും വേറെ വീട് വെച്ച് ഒക്കെ മാറി. പിന്നെ മൂത്തുമാക്കൂടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, അല്ല ഭംഗിയുള്ള ചെടി. ഇപ്പം ഇല്ല അങ്ങനെ ഒന്നും. അപ്പം ഞങ്ങളെ പറമ്പും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. ബാക്കിലൊക്കെ നമുക്ക് പറമ്പ് പുല്ലൊക്കെ ആയി. ഇവിടെ പണ്ട് പശുക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു തന്നൊക്കെ. ഇവിടെ ഞാൻ പറഞ്ഞില്ല പശുക്കുട്ടികൾ ഉണ്ടായിരുന്നു. ആ തൊഴുത്തിന് ഇതൊക്കെ ആകെ ഇതായി. എനിക്കിതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ പണ്ട് ഓലപ്പേരൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനെ പറ്റി, കിണറിനെ പറ്റി. ഇത് പണ്ട് കൊറേ നാളായിട്ട് ഇവിടെ ഇതിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് വെള്ളം എടുത്തിരുന്നു. ഇവിടെ എനിക്ക് എന്താ പറയാ, നാളില്ല പഴയ കാലത്ത് ഓർമ്മകളൊക്കെ എനിക്കിവിടെ വരുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ണിപ്പര വെച്ച് കളിച്ചതും, പിന്നെ ജാസി ഇന്നി അവരൊക്കെ എനിക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടാ. ഞാനും ജാസിയൊക്കെ ഒരുപാട് തല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. എൻ്റെ പ്രായമാണ് അവന്, ജാസി എന്നറിയണത്. ഇപ്പം അവൻ ദുബായിലാണ്. അപ്പം അവന് ഇവിടെ ഇപ്പുറത്ത് വീട് വെച്ചിട്ടാ. പിന്നെ നിങ്ങളെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ കമൻറ്റ് ചെയ്താ. പാപ്പാടെ വീടും ഉമ്മാടെ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവൂലേ. അതൊക്കെ ഒരു നല്ല രസമുള്ള കാലമായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടാ. ഇങ്ങനെ നിങ്ങളെ കുട്ടിക്കാലവും അതൊക്കെ പറയണം. ഞാനിവിടുത്തെ ഫസ്റ്റിനാണ് പേര് ഫസ്റ്റിനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടാ. ബെല്ലടിക്കണ്ടേ? ഉൾഭാഗം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഉണ്ട് അവിടുത്തെ. ഇങ്ങനൊന്നല്ലായിരുന്നു കിച്ചണ്, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ജാസിയുടെ കല്യാണമൊക്കെ ആയപ്പോഴും, ജാസി എന്ന് പറയുന്നത് എൻ്റെ മൂത്താപ്പാടെ മൂന്ന്, അവൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ കുറെ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മൂത്തുമ്മാടെ വീടുണ്ടായിരുന്നു കേട്ടാ, ഈ ഭാഗത്ത് കാണിച്ചത് അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ആ വീട്ടിൽ കുറെ നാൾ താമസിച്ചിരുന്നു അവരവിടെ. പിന്നെ വീടൊക്കെ എല്ലാവരും മാറിയല്ല. പിന്നെ ഞാനും എൻ്റെ ഉമ്മച്ചിയും പിന്നെ അങ്ങോട്ടേക്ക് മാറി. അവിടെ കുറച്ച് നാൾ നിന്നിരുന്നു. അങ്ങനെ അവിടെ അകത്ത് നല്ല രസം. ഇതുപോലെ എൻ്റെ മൂത്തുമ്മാടെ മോളൊക്കെ ഉണ്ടല്ലോ, അവളൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു പറമ്പുണ്ട്, അവിടെ ആയിരുന്നു ഞങ്ങൾ കളി ഫുള്ള്. അതുപോലെ ഇങ്ങനെ എന്താ പറയാ, ഇതേപോലെ എന്താ പറയാ വെച്ച് ഇങ്ങനെ കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കൂടി. പിന്നെ ഇവിടുത്തെ പെരുമാളെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തലേ ദിവസം ഇങ്ങനെ മൈലാഞ്ചിടലും ജമാൽക്കാടെ പീടികയിലൊക്കെ ഇങ്ങനെ പോയി ഈ വള്ളയും ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. ഇപ്പോഴത്തെ പെരുന്നാളൊക്കെ എന്താ പറയാ,
എന്തോ പെരുന്നാളല്ലാത്ത പോലെ തോന്നും നമുക്ക്. മൂത്തുമ്പ ചായ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടാ, അത് കുടിച്ചിട്ട് വരാം. വീഡിയോ കണ്ടിട്ട് കാണിക്കുന്നു. അപ്പം ഇവിടെ ഒരു മോളൊക്കെ ഉണ്ട്, അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പം അവളൊക്കെ ആയിട്ട് ഞങ്ങൾ കളിച്ചായിരുന്നു. പിന്നെ ഇവരെ സ്വന്തക്കാരുണ്ട് ആ വീട്, അങ്ങോട്ടൊന്നും ഞങ്ങൾ പോണില്ല. അവിടെ ഒരു ഐസക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ പ്രായം തന്നെയാണ് അവളും. അപ്പം അവൾ ഇങ്ങോട്ട് വരും ഇതുപോലെ കളിക്കാൻ ഒക്കെ, നല്ല രസമായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല. അപ്പം അവർ ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി കളിക്കലും നല്ല. ഇപ്പം എല്ലാവരുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും വെവ്വേറൊക്കെ പോയല്ലോ, ഞാനായാലും പോയല്ല. ഇപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഈ തറവാട്ടിക്കായാലും ഒക്കെ ഞാൻ വരുന്നത്. ഞങ്ങൾ മേലേക്ക് എത്തിയിട്ടാ, മേലെ വരുമ്പോഴാ കേട്ടോ ഓർമ്മകളിങ്ങനെ പണ്ടത്തൊക്കെ വരുന്നു. ഇങ്ങനെ കണ്ടിരിക്കും, ഇങ്ങനെ നല്ല വീട്ടൊന്നല്ല ആയിരുന്നത്, ഇവിടെ പ്ലെയിൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ടീച്ചറായിട്ടും എനിക്ക് ഞാൻ അവിടെ കളിക്കാച്ചു ടീച്ചറൊക്കെ ആയിട്ടും. പിന്നെ എന്തൊട്ടാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കായിരുന്നു ഞങ്ങൾ ചില നേരത്തൊക്കെ മോളിലിരുന്നു. അതൊക്കെ നല്ല രസമുള്ള കാലമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഞങ്ങള് ഈ ഇവിടെ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കസാരയിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വെറുതെ വർത്താനം പറഞ്ഞ് നിൽക്കാനും ഇതൊക്കെ നല്ല രസമുള്ള കാലമായിരുന്നു അന്ന്. പിന്നെ വലിയ വീടായ ശരിക്കും പറഞ്ഞ വലിയൊരു പറമ്പായിരുന്നു, കുറേ മാറ്റങ്ങളുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മൂത്താപ്പാടെ മോൻ്റെ വീടും ആ വീടൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട്, വലിയതായിരുന്നു ഈ പറമ്പിൻ്റെ അപ്പുറത്തെ കുറേ ഞങ്ങൾക്ക് പൂവായിരുന്നു ആ ഭാഗത്ത് കൂടെ ഒക്കെ. അത് ഞങ്ങൾ നസീർ കുഞ്ഞിപ്പാടെ വീടായിരുന്നു, അവരിപ്പോൾ വാടക കൊടുത്തത്. അവിടെ വലിയൊരു പുളിമരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ അങ്ങോട്ടൊന്ന് പോവാൻ പറ്റണില്ല, ഇപ്പം അവർ ഗേറ്റൊക്കെ പൂട്ടി പോയേക്കെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുളിയൊക്കെ നിലത്ത് വീണെങ്കിൽ ഞങ്ങൾക്ക് പോയി പറക്കും, പുളി ഉണക്കാനൊക്കെ ഇടാനും കറിക്കൊക്കെ വേണ്ടി. അവിടെ ഒരു വർഗ്ഗ പുര ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ ഉമ്മുള്ള കാലത്തൊക്കെ ചെയ്യണതാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വാപ്പാടെ ഉമ്മ മരിച്ചെന്നൊക്കെ, ആ ഉമ്മളപ്പൊക്കെ കാണാം ഇങ്ങനെ അവർ തീ കൂട്ടുമ്പോഴൊക്കെ ഈ പുളിയൊക്കെ ഉണക്കാൻ നിൽക്കണതൊക്കെ. അപ്പം പിന്നെ ഇതുമത്തെ മാങ്ങാന്ന് വെച്ചാൽ അടിപൊളി മാങ്ങ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മൂത്താപ്പൻ ഞങ്ങൾക്ക് കൊണ്ടുവരും ഇങ്ങനെ വിരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റുള്ള മാങ്ങാണ് ഇവിടത്തൊക്കെ. അപ്പം നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ പറയട്ടെ, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാ. കുഞ്ഞിപ്പാടെ വഴിക്ക് പോകണമെങ്കിൽ ഇതിലായിരുന്നു. ഇപ്പം ഇവിടെ മതിയിലൊക്കെ ഉള്ളതുകൊണ്ടേ ഇപ്പം റോട്ടിൽ കൂടെ തന്നെ പോകണം. നമ്മൾ ഇതിലേ കൂടെ ഒന്നും പോകാൻ പറ്റൂല. ആപ്പിൾ ചാമ്പൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഇവർ പറഞ്ഞതും. അപ്പം ഞാൻ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ മോട്ടർ ഇവിടെ സൗണ്ട് കേട്ടാലേ മോട്ടർ അടിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ട് കേൾക്കണത്. ഉപ്പിത്താറ വീടുണ്ടാ, അവരായിട്ട് നല്ല അടുപ്പൊക്കെയാണ് ഞങ്ങളും പണ്ടേ ഉള്ളതാണ്. പണ്ടത്തെ കുട്ടിമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകത്തൊക്കെ നല്ല രസമായിരുന്നു അവരൊക്കെ ഉള്ളപ്പോൾ. മൂത്തുമ്മാടെ ഉറക്കിയിട്ടിടും പൂവിട്ടിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും. എൻ്റെ മൂത്താപ്പാടെ മോന് അവൻ്റെ
മേലത്തെ ഇതിൻ്റെ ബാൽക്കണി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വീണ്ടും കാണാം. ബൈ ബൈ.